SIR-ൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യങ്ങളുമായി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ വീട് തോറുമുള്ള കണക്കെടുപ്പ് നടത്തിയിട്ടും ഇത്ര വോട്ടർമാർ എന്തുകൊണ്ട് പുറത്തായി? കന്നി വോട്ടർമാരുടെ എണ്ണത്തിൽ ഇത്ര കുറവുണ്ടാകാൻ കാരണം എന്താണ്? ഇങ്ങനെ 7ഓളം ചോദ്യങ്ങളാണ് സ്റ്റാലിൻ ഉയർത്തിയത്. KB ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, ഇന്ന് വാർത്താ സമ്മേളനത്തിന് ശേഷം സ്വാഭാവികമായും പ്രതിപക്ഷ സഖ്യങ്ങൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങളുണ്ട്. സ്റ്റാലിൻ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യങ്ങൾ എന്താണ് ശ്രീധരൻ? ഈ ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് 65 ലക്ഷത്തോളം ആളുകൾ പുറത്തായി എന്നുള്ള അതിനെ ചൂടുപിടിച്ചാണ് ഇപ്പോൾ സ്റ്റാലിന്റെ ചോദ്യങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിലും ഈ വിഷയം പ്രതിപാദിച്ചിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് 7 ചോദ്യങ്ങളാണ് തമിഴ്നാട് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുന്നത്. വീട് തോറുമുള്ള കണക്കെടുപ്പ് നടത്തിയിട്ടും ഇത്ര വോട്ടർമാർ എങ്ങനെ പുറത്തായി? അതിൽ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ പ്രശ്നങ്ങളുണ്ട് എന്നാണോ സൂചിപ്പിക്കുന്നത്? അതുപോലെ തന്നെ ഈ കന്നി വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടായി? ഈ ബീഹാറിൽ എങ്ങനെ ഇത്ര ആളുകൾ പുറത്തായി? ഇതെങ്ങനെ പരിഹരിക്കും? മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ, ഈ SIR തയ്യാറാക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുമോ? മരിച്ചവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് നീക്കം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഈ ആധാറിനെ ഇതുമായി ബന്ധപ്പെട്ട വോട്ടർമാരുടെ അവകാശവാദം തെളിയിക്കുന്നതിന് സ്വീകാര്യമായ രേഖകളായി ആധാറിനെ പരിഗണിക്കാത്തത് എന്തുകൊണ്ട്? ഈ സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് സുതാര്യമായി പ്രവർത്തിക്കുന്നില്ല? തുടങ്ങി 7 ചോദ്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് MK സ്റ്റാലിൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം സജീവമാക്കി നിലനിർത്താൻ തന്നെയാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ഏതായാലും ഈ വോട്ടർ പട്ടിക ആരോപണവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ SIR-യുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ ഭാഗമായിട്ടാണ് 3 മണിക്ക് ഇന്ന് ഇന്ത്യ സഖ്യ നേതാക്കളുടെ ഒരു വാർത്താ സമ്മേളനമൊക്കെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയായിട്ടുള്ള വാർത്താ സമ്മേളനമൊക്കെ വരുന്നത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ ബീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരും. വിവരങ്ങൾ നൽകിയത്.